ബാറ്റിസ്റ്റയെ ദി ആനിമൽ എന്ന് വിളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ആനിമൽ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്? ബാറ്റിസ്റ്റയുടെ ഏറ്റവും മികച്ച വർഷങ്ങളിൽ ഒന്നായിട്ടുള്ള 2005 അദ്ദേഹം വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചത് എങ്ങനെ? അദ്ദേഹത്തിന്റെ റോഡ് ടു റെസൽമേനിയ എന്തായിരുന്നു? എവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ട്രിപ്പിൾ എച്ചിന്റെ ടീമിൽ നിന്നും ബാറ്റിസ്റ്റ എങ്ങനെ മാറി? ഈ കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ടു സാറ്റർഡേ നൈറ്റ് സ്റ്റോറി. ഇനിയും ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 2005 റോയൽ റംബിൾ മത്സരം ഏറ്റവും അവസാനമുള്ളത് ബാറ്റിസ്റ്റ ആൻഡ് ജോൺ സിന. ഇവർ രണ്ടുപേരും മാത്രം. ഇവരിൽ ആരായിരിക്കും വിജയിക്കുക എന്നുള്ളതിന്റെ കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുന്ന സമയത്ത് തന്നെയായിരുന്നു ബാറ്റിസ്റ്റയും ജോൺസിനെയും രണ്ടുപേരും കൂടി ഒരു ബോച്ച് നടത്തിക്കൊണ്ട്, അതായത് അവരുടെ രണ്ടുപേരുടെയും ഭാഗത്തു നിന്നും മണ്ടത്തരം സംഭവിച്ചുകൊണ്ട് ഒരുമിച്ച് പുറത്തേക്ക് വീണിട്ടുണ്ടായിരുന്നത്. അതിൽ 2 റഫറിമാർ ബാറ്റിസ്റ്റയുടെ കൂടെയും 2 റഫറിമാർ ജോൺസിനയുടെ കൂടെയും നിന്നിട്ടുണ്ടായിരുന്നു. അവരാണ് വിജയിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഫാൻസുകൾ എല്ലാവരും തന്നെ അവിടെ നിന്നും കൂക്കി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊരു എൻഡിങ് ആണ് റോയൽ റംബിളിന് നടന്നത് എന്നുള്ളത് കൊണ്ട്. അപ്പോൾ തന്നെ വിൻസ് മക്മാൻ ദേഷ്യം പിടിച്ചു വന്നുകൊണ്ട് കോട്ട് വലിച്ചെറിഞ്ഞുകൊണ്ട് അവിടേക്ക് എത്തുകയുണ്ടായി. എന്നിട്ട് ഈ ഒരു മാച്ച് വീണ്ടും തുടങ്ങി വെക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ആ ഒരു മാച്ച് വീണ്ടും തുടങ്ങി. ആ ഒരു മാച്ചിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത് ബാറ്റിസ്റ്റയായിരുന്നു. വെറും മിനിറ്റുകൾ കൊണ്ട് തന്നെ ജോൺസിനെയെ എടുത്ത് റോപ്പിന്റെ മുകളിലൂടെ പുറത്തേക്കിട്ട് ബാറ്റിസ്റ്റ 2005 റോയൽ റംബിൾ വിന്നറായി മാറി. പിന്നീട് ഒരു 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമുള്ള റോ എപ്പിസോഡിൽ ബാറ്റിസ്റ്റ വേഴ്സസ് മാവൻ തമ്മിലുള്ള ഒരു മാച്ച് നടന്നു. അതും കഴിഞ്ഞ് ആ ഒരു റോ എപ്പിസോഡിന്റെ ഏറ്റവും അവസാനം മെയിൻ ഇവന്റായി നടന്നിട്ടുണ്ടായിരുന്നത് ട്രിപ്പിൾ എച്ച് വേഴ്സസ് എഡ്ജ് തമ്മിലുള്ള ഒരു മാച്ചായിരുന്നു. ആ ഒരു മാച്ചിൽ അവസാനത്തേക്ക് ഒരു ചെയർ ഉപയോഗിച്ചുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുമെന്നുള്ള രീതിയിൽ എത്തി നിൽക്കുമ്പോഴായിരുന്നു ബാറ്റിസ്റ്റ ഇന്റർഫിയർ ചെയ്തു വന്നുകൊണ്ട് ആ ചെയർ പിടിച്ച് വലിച്ചിട്ടുണ്ടായിരുന്നത്. ചെയർ ഉപയോഗിച്ച് അടിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലായിരുന്നു ബാറ്റിസ്റ്റ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എഡ്ജ് ആ ഒരു ചെയർ എടുക്കാൻ വേണ്ടിയിട്ട് ബാറ്റിസ്റ്റയുടെ മേലേക്ക് നോക്കി നിന്ന സമയത്ത് ട്രിപ്പിൾ എച്ച് പുറകിൽ നിന്നും എഡ്ജിനെ തള്ളിയിടുകയും അത് ബാറ്റിസ്റ്റയുടെ മുകളിലേക്കാവുകയും ചെയ്തു. അതോടുകൂടി ബാറ്റിസ്റ്റയ്ക്ക് അരിശം പൂണ്ടുവരികയും ബാറ്റിസ്റ്റ എഡ്ജിനെ എടുത്ത് ഒരു സ്പൈൻ ബസ്റ്റർ റിങ്ങിൽ ചെയ്യുകയും ചെയ്തു. ഈ സമയത്തെല്ലാം തന്നെ റഫറി അടികൊണ്ട് പരവശനായി കിടക്കുകയാണ്. അതുകൊണ്ട് റഫറി ഇതൊന്നും തന്നെ കണ്ടിട്ടില്ലായിരുന്നു. ഏറ്റവും അവസാനം ഒരു പെഡിഗ്രി ചെയ്തുകൊണ്ട് ട്രിപ്പിൾ എച്ച് തന്നെ ആ ഒരു മാച്ചിൽ വിജയിച്ചു. മാച്ച് വിജയിച്ച ഉടനെ തന്നെ ബാറ്റിസ്റ്റയും ട്രിപ്പിൾ എച്ചും റിംഗ് സെന്ററിൽ നിന്നുകൊണ്ട് കൈ ഉയർത്തി നിൽക്കുകയായിരുന്നു. ബാറ്റിസ്റ്റയുടെ നോട്ടം മുഴുവൻ ആ ഒരു വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പിലേക്കായിരുന്നു. ബാറ്റിസ്റ്റയ്ക്ക് ഒന്നെങ്കിൽ വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യനായിട്ടുള്ള ട്രിപ്പിൾ എച്ചിനെതിരെ മത്സരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ WWE ചാമ്പ്യനായിട്ടുള്ള JBLനെതിരെ മത്സരിക്കാം. JBL മത്സരിക്കുന്നത് സ്മാക്ക് ഡൗൺ എപ്പിസോഡിലാണ്, പക്ഷേ ബാറ്റിസ്റ്റയുള്ളത് റോ എപ്പിസോഡിലാണ്. ഈ കഥ നടക്കുന്ന സമയത്ത് ബാറ്റിസ്റ്റയും ട്രിപ്പിൾ എച്ചും റിക് ഫ്ലെയറും എല്ലാം തന്നെ എവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടീമിലെ മെമ്പേഴ്സുമായിരുന്നു. പിന്നീട് അതിനുശേഷം നടന്നിട്ടുണ്ടായിരുന്ന റോ എപ്പിസോഡിൽ ബാറ്റിസ്റ്റ വേഴ്സസ് എഡ്ജ് തമ്മിലുള്ള ഒരു മാച്ച് ആയിരുന്നു മെയിൻ ഇവന്റായി നടന്നത്. റിക് ഫ്ലെയർ വന്ന് ബാറ്റിസ്റ്റയെ വിളിക്കുകയുണ്ടായി. എല്ലാവരും കൂടി ബാക്ക് സ്റ്റേജിലേക്ക് ഓടിപ്പോവുകയുണ്ടായി. ബാറ്റിസ്റ്റ ട്രിപ്പിൾ എച്ചിനോടായിട്ട് പറയുകയുണ്ടായി, ഇത് ഞാനും JBLും തമ്മിലുള്ള പ്രശ്നമാണ്, നിങ്ങൾ ഇതിൽ ഇടപെടണ്ട എന്നുള്ളത്. അങ്ങനെ ബാറ്റിസ്റ്റ ബാക്ക് സ്റ്റേജിലേക്ക് ഒറ്റയ്ക്ക് ഓടിപ്പോവുകയുണ്ടായി. പക്ഷേ അപ്പോഴേക്കും JBLന്റെ ലിമോസിൻ വന്നുകൊണ്ട് ബാറ്റിസ്റ്റയെ ഇടിക്കാൻ വേണ്ടി നിന്നു. ട്രിപ്പിൾ എച്ച് ഒരു രക്ഷകനായി വന്ന് ബാറ്റിസ്റ്റയെ രക്ഷപ്പെടുത്തി. ബാറ്റിസ്റ്റക്കും ട്രിപ്പിൾ എച്ചിനും ഭയങ്കര ദേഷ്യം പിടിച്ചു. JBLനെ അടിച്ചൊതിക്കുമെന്നുള്ളത് അവർ ഉറപ്പിച്ചു നിൽക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ബാറ്റിസ്റ്റ പറഞ്ഞു, ഈ സ്മാക്ക് ഡൗണിൽ ഞാൻ പോകുന്നുണ്ട്, എന്നിട്ട് JBLന് ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്ന സ്മാക്ക് ഡൗണിൽ JBLും JBLന്റെ ഷിങ്കിടികളും അവിടേക്ക് വരികയുണ്ടായി. അപ്പോൾ തന്നെ ബാക്ക് സ്റ്റേജിൽ ബാറ്റിസ്റ്റ വരുന്നത് കണ്ടു. അപ്പോൾ JBL വാടാ ബാറ്റിസ്റ്റ, എന്നെ തല്ലാൻ വാ എന്നുള്ള രീതിയിലെല്ലാം തന്നെ പറഞ്ഞു നിൽക്കുമ്പോൾ ബാറ്റിസ്റ്റ നോക്കിയിട്ടുണ്ടായിരുന്നത് ആ ലിമോസിനിലായിരുന്നു. അദ്ദേഹം ഒരു ബേസ്ബോൾ ബാറ്റ് എടുത്തു. ലിമോസിൻ തല്ലി പൊട്ടിക്കുന്നത് നമ്മൾ കണ്ടു. JBLനെ അരിശം പൂണ്ടു. JBL തന്റെ ടീംമേറ്റ്സിനെ ബാറ്റിസ്റ്റയെ അടിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. പക്ഷെ അപ്പോഴേക്കും ബാറ്റിസ്റ്റ അവിടെ നിന്നും സ്ഥലം വിട്ടു. ആ സമയത്ത് JBLന്റെ ശത്രുവായിട്ടുണ്ടായിരുന്നത് ബിഗ് ഷോ ആയിരുന്നു. JBLും കൂട്ടാളികളും ബിഗ് ഷോയെ തല്ലിച്ചതയ്ക്കുന്ന സമയത്ത് റിങ്ങിലേക്ക് ബാറ്റിസ്റ്റ വീണ്ടും വരികയുണ്ടായി. ബാറ്റിസ്റ്റ വന്നുകൊണ്ട് JBLന്റെ ഷിങ്കിടികളെ നന്നായി അറ്റാക്ക് ചെയ്ത് തന്റെ ശത്രുത അവിടെ തുടങ്ങി വെച്ചു. ഇതിന്റെ തൊട്ടടുത്ത റോ എപ്പിസോഡിൽ ട്രിപ്പിൾ എച്ചും റിക് ഫ്ലെയറും കൂടി ബാക്ക് സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നതായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അതിൽ ട്രിപ്പിൾ എച്ച് പറഞ്ഞു, ഞാനാണ് ആ ലിമോസിൻ കൊണ്ട് ബാറ്റിസ്റ്റയെ ഇടിപ്പിക്കാൻ വേണ്ടി നോക്കിയത്, എന്നിട്ട് ഞാൻ തന്നെ രക്ഷിക്കാൻ വേണ്ടി നോക്കി. ഇതെല്ലാം തന്നെ എൻ്റെ പ്ലാൻ ആയിരുന്നു എന്നുള്ളത്. റിക് ഫ്ലെയറിന് വളരെയധികം ആ ഒരു പ്ലാൻ ഇഷ്ടപ്പെടുകയുണ്ടായി. ഇതെന്തിനാണ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ഈ മണ്ടൻ ബാറ്റിസ്റ്റയ്ക്ക് എങ്ങനെയാണ് ഒരു ചാമ്പ്യൻഷിപ്പിന് പോകേണ്ടത് എന്നുള്ളത് അറിയില്ല. അവൻ എനിക്കെതിരെ വരികയാണ്, അവൻ എനിക്കെതിരെ വരാൻ പാടില്ല, അവനെ JBLനെതിരെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തത് എന്നുള്ളത് ട്രിപ്പിൾ എച്ച് റിക് ഫ്ലെയറിനോട് പറഞ്ഞു.
അങ്ങനെ ഇവരുടെ മാസ്റ്റർ പ്ലാൻ നടക്കുകയാണ് എന്നുള്ളത് ഇവർ വിചാരിച്ച് നിൽക്കുന്ന സമയത്തായിരുന്നു ഇതെല്ലാം തന്നെ പുറത്തു നിന്നും ബാറ്റിസ്റ്റ ചിരിച്ച് കേൾക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ ആ ഒരു റോ എപ്പിസോഡിന്റെ മെയിൻ ഇവന്റിൽ റോ ജനറൽ മാനേജറും സ്മാക്ഡൗൺ ജനറൽ മാനേജറും കൂടി വന്നുകൊണ്ട് ഏത് ബ്രാൻഡിന്റെ ഏത് ചാമ്പ്യനെതിരെയാണ് ബാറ്റിസ്റ്റ മത്സരിക്കുന്നത് എന്നുള്ളത് ചോദിച്ചു. ഏറ്റവും അവസാനം ബാറ്റിസ്റ്റ തന്റെ തീരുമാനമെടുത്തു. JBLനെതിരെയല്ല താൻ പോകുന്നത്, വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായിട്ടുള്ള ട്രിപ്പിൾ എച്ചിനെതിരെ, അതായത് റോ ബ്രാൻഡിലായിരിക്കും ബാറ്റിസ്റ്റ തുടരുക എന്നുള്ളത് ബാറ്റിസ്റ്റ പറഞ്ഞു. അതായത് ട്രിപ്പിൾ എച്ച് ചതിച്ചത് ബാറ്റിസ്റ്റ തിരിച്ചു കൊടുക്കുകയുണ്ടായി. ബാറ്റിസ്റ്റ ട്രിപ്പിൾ എച്ചിനെ അറ്റാക്ക് ചെയ്തു, റിക് ഫ്ലെയറിനെ അറ്റാക്ക് ചെയ്തു ആ റിങ്ങിൽ വെച്ചുകൊണ്ട്. എന്നിട്ട് ടേബിളിന്റെ മുകളിലേക്ക് ട്രിപ്പിൾ എച്ചിനെ എടുത്തിട്ടു. ചാമ്പ്യൻഷിപ്പുമായിട്ട് ഉയർന്നു നിൽക്കുന്ന ബാറ്റിസ്റ്റയെ നമ്മൾ കണ്ടു. അതിനുശേഷം നടന്ന റോ എപ്പിസോഡിൽ റിക് ഫ്ലെയറും ട്രിപ്പിൾ എച്ചും കൂടി ബാറ്റിസ്റ്റയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റിങ്ങിലേക്ക് നടന്നു വരികയുണ്ടായി. ഇവർ രണ്ടുപേരും കൂടി റിങ്ങിലേക്ക് കയറി ഉടനെ തന്നെ റിക് ഫ്ലെയറിന്റെ തലമണ്ട നോക്കി ബാറ്റിസ്റ്റ ഒരു അടി കൊടുത്തു. ഇത് കണ്ട് പേടിച്ച് ട്രിപ്പിൾ എച്ച് റിങ്ങിലേക്ക് കയറാൻ മടിച്ചു നിന്നു. ബാറ്റിസ്റ്റ ട്രിപ്പിൾ എച്ചിനെ പേടിപ്പിച്ചു. അതോടുകൂടി ട്രിപ്പിൾ എച്ച് പുറത്തു നിന്നും ഈ കാഴ്ചകളെല്ലാം തന്നെ കണ്ടു നിൽക്കുക മാത്രമായിരുന്നു ചെയ്തത്. റിക് ഫ്ലെയറിനെ റിങ്ങിലിട്ട് ബാറ്റിസ്റ്റ ബോംബ് വരെ അദ്ദേഹം ചെയ്യുകയുണ്ടായി. അതിനുശേഷമുള്ള റോ എപ്പിസോഡിൽ ബാറ്റിസ്റ്റ വേഴ്സസ് റിക് ഫ്ലെയർ തമ്മിലുള്ള ഒരു മാച്ച് നടന്നു. ആ ഒരു മാച്ചിന്റെ ഏറ്റവും അവസാനം ഒരു ബാറ്റിസ്റ്റ ബോംബ് ചെയ്തുകൊണ്ട് ബാറ്റിസ്റ്റ തന്നെ ആ ഒരു മാച്ചിൽ വിജയിച്ചു. മാച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ട്രിപ്പിൾ എച്ച് വന്നു ബാറ്റിസ്റ്റയുടെ കാലിനിട്ട് അടിക്കുകയുണ്ടായി. എന്നിട്ട് റിങ്ങിന്റെ താഴെ നിന്നും ഒരു സ്ലെഡ്ജ് ഹാമർ ചുറ്റികെടുത്തുകൊണ്ട് റിങ്ങിലേക്ക് കയറി വന്നു. ബാറ്റിസ്റ്റയുടെ തലക്കടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ബാറ്റിസ്റ്റ ആ ഒരു ഹാമർ കൈകൊണ്ട് പിടിച്ചു വെച്ചു. ബാറ്റിസ്റ്റയുടെ മുഖത്ത് ആനിമൽ ലുക്ക് നമ്മൾ കണ്ടു. എന്നിട്ട് ആ ഒരു ചുറ്റിക തന്റെ കാലുകൊണ്ട് അടിച്ച് 2 കഷണമാക്കി മാറ്റുന്നതും നമ്മൾ കണ്ടു. അതിനുശേഷം നടന്ന റോ എപ്പിസോഡിൽ ബാറ്റിസ്റ്റ വേഴ്സസ് സ്നിറ്റ്സ്കി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്ലർ തമ്മിലുള്ള ഒരു മാച്ച് നടന്നു. പുറത്തുനിന്നും ട്രിപ്പിൾ എച്ചും റിക് ഫ്ലെയറും സ്നിറ്റ്സ്കിയോട് ഇങ്ങനെ അറ്റാക്ക് അങ്ങനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതെല്ലാം തന്നെ പറയുന്നതും നമ്മൾ കണ്ടു. ആ ഒരു മാച്ചിന്റെ ഏറ്റവും അവസാനം സ്നിറ്റ്സ്കിയെയും ബാറ്റിസ്റ്റ ബോംബ് ചെയ്തുകൊണ്ട് അദ്ദേഹം വിജയിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് തന്നെയായിരുന്നു റിക് ഫ്ലെയർ ഇന്റർഫിയർ ചെയ്തതും ആ ഒരു മാച്ച് ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നതും. അങ്ങനെ റിക് ഫ്ലെയർ, സ്നിറ്റ്സ്കി, ട്രിപ്പിൾ എച്ച് എന്നീ 3 പേരും കൂടി വന്നുകൊണ്ട് ബാറ്റിസ്റ്റയെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തു റിങ്ങിലിട്ട്. പക്ഷെ അതിൽ നിന്നും ബാറ്റിസ്റ്റ എഴുന്നേറ്റ് വന്നു. പക്ഷെ അപ്പോഴേക്കും ഇവർ 3 പേരും കൂടി ചെയർ എടുത്തുകൊണ്ട് വന്ന് ബാറ്റിസ്റ്റയെ എന്തായാലും അടിക്കുമെന്നുള്ള കാര്യം ഉറപ്പായി നിൽക്കുകയായിരുന്നു. അപ്പോൾ തന്നെയായിരുന്നു ഒരു രക്ഷകനായിട്ട് കെയ്ൻ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കെയ്ൻ വന്ന് സ്നിറ്റ്സ്കിയെ അറ്റാക്ക് ചെയ്തു. ബാറ്റിസ്റ്റ അപ്പോഴേക്കും എല്ലാവരെയും ഒരുമിച്ച് തല്ലുകയുണ്ടായി. പിന്നീട് ഒരു 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ബാറ്റിസ്റ്റ ആൻഡ് ട്രിപ്പിൾ എച്ച് തമ്മിലുള്ള കോൺട്രാക്ട് സൈനിങ് ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ട്രിപ്പിൾ എച്ച് ബാറ്റിസ്റ്റയെ ചൊടി പിടിപ്പിക്കാൻ വേണ്ടി നല്ല രീതിയിൽ ചൊറിയുന്ന വർത്തമാനങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ച് ഏറ്റവും അവസാനം ട്രിപ്പിൾ എച്ച് ബാറ്റിസ്റ്റയുടെ മോന്തക്കിട്ട് ഒരടി കൊടുത്തു. കഴിഞ്ഞ് അതോടുകൂടി ബാറ്റിസ്റ്റയുടെ ഉള്ളിൽ നിന്നിട്ടുണ്ടായിരുന്ന ആനിമൽ അവിടെ നിന്നും ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ട്രിപ്പിൾ എച്ചിനെ അടിച്ച് ഒരു പരിവമാക്കുന്ന ബാറ്റിസ്റ്റയെ നമ്മൾ കണ്ടു. ബാറ്റിസ്റ്റയെ പിടിച്ചു വെക്കാൻ വേണ്ടി ഏകദേശം 10ഓളം വരുന്ന സെക്യൂരിറ്റികൾ അവിടേക്ക് കയറി വരികയുണ്ടായി. ഈ സെക്യൂരിറ്റികളെ മുഴുവൻ അന്യൻ സിനിമയിൽ വിക്രം ചെയ്യുന്നത് പോലെ ഒറ്റ കൊതറലിന് ബാറ്റിസ്റ്റ പറത്തി വിടുകയുണ്ടായി. അതായിരുന്നു ആനിമൽ ബാറ്റിസ്റ്റ. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു ബ്രോൾ തന്നെയായിരുന്നു ആ ഒരു റോ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. ഇത് റസൽമേനിയയ്ക്ക് തൊട്ടു മുൻപേ നടന്നിട്ടുണ്ടായിരുന്ന ഒരു റോ എപ്പിസോഡ് തന്നെയായിരുന്നു. അങ്ങനെ ഏറ്റവും അവസാനം റസൽമേനിയ 21 നടക്കുകയുണ്ടായി. ബാറ്റിസ്റ്റ വേഴ്സസ് ട്രിപ്പിൾ എച്ച് തമ്മിലുള്ള വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ചായിരുന്നു റസൽമേനിയ 21ന്റെ മെയിൻ ഇവന്റ് ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു മാച്ചിൽ പുറത്ത് വെച്ച് സ്റ്റീൽ സ്റ്റെപ്പിന്റെ മുകളിൽ കയറിക്കൊണ്ട് ട്രിപ്പിൾ എച്ചിന്റെ തല ടേൺ ബക്കിളിന്റെ ആ ഒരു ഭാഗത്തേക്ക് ഇടിപ്പിക്കുന്ന ബാറ്റിസ്റ്റയെ കണ്ടു. അതോടുകൂടി ട്രിപ്പിൾ എച്ചിന്റെ തലയിൽ നിന്നും ചോര വാർന്നൊലിക്കുകയായിരുന്നു. ചോരക്കളി തന്നെയായിരുന്നു ആ ഒരു റസൽമേനിയ മാച്ചിൽ മുഴുവനായും കണ്ടത്. ആ ഒരു മാച്ചിൽ റിക് ഫ്ലെയർ ഇന്റർഫിയർ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിലും അതെല്ലാം തന്നെ ബാറ്റിസ്റ്റ അടിച്ച് ഒരു സൈഡാക്കി കൊടുക്കുകയുണ്ടായി. ഏറ്റവും അവസാനം ബാറ്റിസ്റ്റ ഏകദേശം വിജയിക്കുമെന്ന് നിൽക്കുന്ന സമയത്ത് തന്നെയായിരുന്നു ട്രിപ്പിൾ എച്ചിന്റെ വക ലോ ബ്ലോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതോടുകൂടി ബാറ്റിസ്റ്റ ഒരു സൈഡായി പോവുകയുണ്ടായി. ഈ സമയത്ത് റഫറി അടി കൊണ്ട് അവശനായി മറ്റൊരു സൈഡിൽ കടക്കുകയായിരുന്നു. എന്നിട്ട് ആ ഒരു മാച്ചിന്റെ ഏറ്റവും അവസാനം ട്രിപ്പിൾ എച്ച് ബാറ്റിസ്റ്റയെ ഒരു പെഡിഗ്രി ചെയ്യാൻ വേണ്ടി നിന്നു. പക്ഷെ അവിടെ നിന്നും എഴുന്നേറ്റ് വന്ന് ബാറ്റിസ്റ്റ ദ പവർ ബാറ്റിസ്റ്റ ഒരു കിഡിലൻ മൂവ് ചെയ്തു. എന്നിട്ട് ബാറ്റിസ്റ്റ ബോംബ് വീണ്ടും ട്രിപ്പിൾ എച്ചിനെ ചെയ്തു. എന്നിട്ട് ആ ഒരു മാച്ചിൽ വിജയിച്ചു. വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായിട്ട് ബാറ്റിസ്റ്റ മാറുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. ആനിമൽ ബാറ്റിസ്റ്റയുടെ ഏറ്റവും പ്രൈം ടൈം ആയിരുന്നത്. ശരിക്കും ആ ഒരു സമയത്തെ ബാറ്റിസ്റ്റയെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും അദ്ദേഹത്തിന്റെ ഫാൻസ് ആയി മാറും. അടുത്ത ആഴ്ച മറ്റൊരു താരത്തിന്റെ മറ്റൊരു കഥയുമായിട്ട് സാറ്റർഡേ നൈറ്റ് സ്റ്റോറിയുമായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ഗായ്സ്.